അവിടുത്തെ മാളിൽ പോകാൻ വേണ്ടി പോവാം. 200 baby. Baby 200. कपड़ा है, कपड़ा बोले डस्टी है. डस्ट कर दूं एक मिनट और अंदर का तोड़ देता हूं पूरी. आगा ये एक्सप्रेशन ओके यू വേണ്ട ഇവിടെ ഇന്ദ്രവാദജി ആ ചലോ ഭയ്യ ഇത് ഓണാക്കുന്നുണ്ട് ഇലക്ട്രിക്കല്ലേ ഇലക്ട്രിക്കൽ ഓണാക്കുന്നുണ്ട്. ഫോട്ടോ എന്തിനാണ് എത്ര റേറ്റ് ചോദിച്ചാൽ അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടത് പോലത്തെ ഒരു മൊരട പിടിച്ചത് മൊരടാണ് മൊരട. എന്നിട്ട് പിന്നെ ആൾക്കാര് കേൾക്കൂന്ന് അറിഞ്ഞപ്പോ 200 ബേബി 200 ഞാനപ്പ വീഡിയോയില് എടുത്തോ നിർത്തി കാട്ടിട്ടോ പാപം. അതിലൊന്നൊരു കാര്യമില്ല മക്കളെ. ഇതാണ് ഒന്ന് കണ്ടാണ് ഇപ്പൊ കൈകൾ വെച്ചിട്ടുള്ളത്. കൊളാക്കി കൊടുത്തരാം. മോളെ കാലൊന്നും പുറത്തേക്ക് നിൽക്കണ്ട, കാലൊന്നും പുറത്തേക്ക് നിൽക്കണ്ട. ആ അച്ഛൻ്റെ കാല് കൊണ്ടേ പോലെ കൊണ്ടുപോകും. ഇത്തിരി വൃത്തിയിൽ പോയോന്ന് അറിഞ്ഞു. ഇപ്പൊ മുഖം നിറം വെച്ച് അല്ലെങ്കിൽ ഇറിട്ട് പിടിച്ചില്ല. പവർ കട്ടാണ് ഏത് സമയത്ത് നമുക്ക് കൊടുത്തത്. ഇപ്പൊ ഒരു ചെറിയ ട്യൂബ് ലൈറ്റ് കത്തിച്ച പോലെയെങ്കിലും ഉണ്ട്. ഒരു ഇത്തിരി ഇത് വന്നിട്ടുണ്ട് വെളിച്ചൊക്കെ ആ മുഖത്ത്. ഞങ്ങൾ വന്നിട്ടുണ്ട് ചിക്കൻ കിട്ടാൻ വീണ്ടും ചിക്കൻ കിട്ടുന്ന സന്തോഷത്തിലാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ ചിക്കൻ തന്നിട്ടില്ല. ഫുള്ള് വെജിറ്റബിൾസും ചീസും പാലും കൊച്ചിയിൽ ഹയാത്തുണ്ട്. ഞങ്ങളിത് പോയി ചിക്കൻ തന്നു. ഞങ്ങൾ വരുമ്പോ തന്നെ ചിക്കൻ ഇങ്ങനെ കറങ്ങളെ കണ്ടിട്ട് കാരണം ഒരു ദിവസം ചിക്കൻ കഴിക്കാത്ത ഉണ്ടാവില്ലേ. അപ്പൊ ഇത് തീരെ കഴിക്കാത്തതായപ്പോ പിന്നെന്താ ഇവിടെ കൂൾ ചെക്കിങ് ആണ്. എൻ്റെ ഇവിടെ മാത്രം ഇങ്ങനെ തൊട്ടോക്കി എന്നിട്ട് ഇന്നെ വിട്ട്. ബാർബിക്യൂലോട്ട് പോവാണ്. നല്ലൊരു ചായ ഇട്ടാത്തന്നെ കേടും അപ്പൊക്ക്. പക്ഷേ പിസാട്ടിന് പിസ ഓർഡർ ആക്കി. അതുകൊണ്ടാണ് നന്നായിട്ടുണ്ട്. കേരള 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 നമ്മളെവിടുന്ന വന്നത്? കേരള അല്ല തോന്നുന്നുണ്ട്. ഞങ്ങളുടെ KFC അക്കൗണ്ട് വന്നു. എന്താ മേടിക്കണേ? ടിവിയിലോട്ടാക്കി നോൺ വെജ് ആക്കിയാ അതെല്ലാം എടുത്ത് മാറ്റി. ഞങ്ങൾ ഫുഡ് വന്നു.
ഫ്രിഡ്ജാ പറഞ്ഞു. ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ആക്കിക്കണ്. ബദർ യുദ്ധം കഴിഞ്ഞിക്കണ് ചിക്കൻ ഇട്ടില്ലേ. ഇവിടെ വെള്ളം വരുന്നുണ്ടോ തൊട്ടിട്ട് കഴിയില്ല. താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. ആ കണ്ട ഫുഡ് കഴിച്ചാൽ പോരാ, ഇനി പോണ വഴി എനിക്ക് ഐസ്ക്രീം വേണിട്ട് ഇങ്ങനെ ആക്കാതിരിക്കുകയാണ്. അവിടെ ഇറങ്ങി അതിന് മുന്നേ ഐസ്ക്രീം വന്നത് ചീരോട്ടെ കാണാൻ വേണ്ടിട്ട് ബദ്രയുദ്ധം കഴിഞ്ഞ് ഞങ്ങള് ഫുള്ള് കല്ലായിരുന്നു. യുദ്ധം കഴിഞ്ഞിട്ടാ വരുന്നത്, വാൾഫൈറ്റ് വരെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഇയാള് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇയാളാണ് ഫസ്റ്റ് വന്നത്. ഞങ്ങൾ ഇയാളെ വണ്ടിയിലല്ലേ കയറണ്ടേ. അങ്ങനെ വന്നപ്പോൾ ഇയാളെ ഫ്രണ്ടിലുള്ള ചെങ്ങായി വന്ന് പറഞ്ഞ് പറ്റില്ല ഞങ്ങളെ വണ്ടിയിൽ കയറി, ഞങ്ങളെ വണ്ടിയാണ് ഞങ്ങളതിൻ്റെ പറ്റില്ല ഇതിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞു. എന്നിട്ട് ആൾ നേരെ പോയിട്ട് ആളെ വണ്ടി ബാക്കിൽ ഒരു വള്ളി പിടിച്ചിട്ട് വലിച്ചിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് പപ്പട സോറി റേറ്റ് ഒക്കെ കുറച്ച് ഞങ്ങൾ പറഞ്ഞ തീരെ പറ്റില്ല ഞങ്ങൾക്ക് തന്നെ കയറിയാൽ മതിയെന്ന്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇവനോട് ചൂടാവായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞ് പൊയ്ക്കോ എന്നിട്ട് ആ ചെങ്ങായി തിരിയുമ്പോ ബാക്കി കിടന്നു വേണ്ട അത് കട്ടായിരുന്നു. തിരിയണ്ട പോണ്ട ഇവിടെ ഒന്നാതിന്നൊക്കെ ലാസ്റ്റ് കേറി ആ ചെങ്ങായി മോന്റെ ഇങ്ങനെ എന്താ പറയാ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ അവിടെ കിടന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു ഒരു കൂട്ടം ആൾക്കാര്. ഇവൻ ഇങ്ങനത്തെ ഒക്കെ പിന്നെ നോക്കുള്ളൂ. ഇവർക്ക് കുറെ പിങ്ക് ചോപ്പ് മഞ്ഞ ഞാൻ ഇവന്റെ തൂക്കിട്ടുണ്ട്. ആ പ്രത്യേകത അവൻ പറയും. ഇവിടെ ഓർണകള് ഫ്രീ ആണ്. ചെവിയില് പഞ്ഞൊക്കെ വെച്ചിട്ട് നമ്മ ഇരിക്കേണ്ടി വരും. അമ്മാതിരി ഓർണാണ്. എന്താണ് നിങ്ങൾ കേൾക്കില്ലേ എത്രമാത്രം ഓർണ അടിക്കാൻ.